വീടെത്തി. ആ ആരാത്? ആരാന്നാ ചോദിച്ചേ? ഞാനാ, കുട്ടനാ സാർ. ഏത് കുട്ടൻ? നീ വന്നേ. താൻ പോയതാ സാർ. ഞാൻ ഇവിടുന്ന് പോയതാ. ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ചാ മോളില്. രാത്രിയല്ലേ, അവർക്കൊന്ന് കൂട്ടിനിരുന്നതാ. ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ. സാറ് പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തോളാം. വേലക്കാരന്റെ സ്ഥാനത്തേക്കണം. താൻ പോയി കിടന്നു സാർ. അപ്പൊ എന്റെ ജോലിക്കാര്യം? ജോലിക്കാൻ പറ്റി 6 ദിവസമായി സാർ ഞാൻ പുറത്ത് നിൽക്കണേ. എന്തിനാ പുറത്തേക്കുന്നത്? സാറ് പറഞ്ഞിട്ട്. എന്നാ ഇനി അകത്ത് കിടന്നു. എന്നാ ഞാൻ പോട്ടെ സാർ. എങ്ങോട്ട്? വീട്ടിലേക്ക്. നാളെ രാവിലെ യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരാം. വേണ്ട, യൂണിഫോം വേണ്ട, ഈ വേഷമൊക്കെ മതി. താനേ ആ കഥവ് കൂട്ടിയിട്ടിട്ട് ഇവിടെ കിടന്നു. അല്ല വേണ്ട, അവിടെ ഈ അടുക്കളയിൽ അവിടെ. അടുക്കളയില് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കുറ്റിയിട്ടിട്ട് ഞങ്ങൾ വരാം. ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കണോ സാർ? അപ്പൊ ഞാൻ അടുക്കളയിൽ തന്നെ കിടക്കാം. എന്ത് വേഷത്തിലാ കിടന്നുറങ്ങിയത്? ഞാൻ ഇത് മാറാൻ മറന്നുപോയി. രാത്രി ബോധമില്ലാതെയാണോ വന്നത്? ഇപ്പൊ കിടക്കാൻ ബെഡ്റൂം ഒന്നും വേണ്ടതായോ? രാത്രി ഞാൻ വളരെ താമസിച്ചു. പിന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കിടന്നു. ആഹാ, ഈ ഔദാര്യം മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓരോരോ പുതിയ രീതികളാ. വലിയ കേസായിരുന്നു തോന്നുന്നു രാത്രി. ഏതായാലും മോളി പോയി കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. ചെല്ല് ചെല്ല്.
സാർ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? ഇല്ലല്ലോ. ഒന്നും പറഞ്ഞില്ലേ? കഷ്ടായി. എന്താ കുട്ടാ? ഞാൻ ഇന്നലെ ഉറക്കൊളിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, അത്ര തന്നെ. ചേടാ, ഇവിടെ ലുങ്കി പോലും കാണുന്നില്ലല്ലോ. ഡാഡി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മോളെ എഴുന്നേറ്റോ? ആഹാ, രാവിലെ എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നോ? വേഗം പോയി പല്ല് തേക്ക്. കുളി ഇതുവരെ കഴിഞ്ഞില്ലേ? തീർന്നു. ഡ്രസ് എടുത്ത് പുറത്ത് വെച്ചേക്കും. അതിനകത്ത് ഇങ്ങനെ കഥ കളിച്ചിരുന്നാൽ എങ്ങനെയാ? ജീപ്പ് ഇപ്പൊ വരും. വേഗം ആട്ടെ. ആ, ഞാൻ പുറത്തു നിൽക്കാം. കാപ്പി റെഡി. ഞായറാഴ്ച നമ്മൾ പുറപ്പെടുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷായി. പ്രത്യേകിച്ചും ദാസേട്ടൻ ജോലി രാജിവെക്കുന്നു എന്ന് കേട്ടപ്പോ. വരൂന്നേ. അയ്യേ, ഇതെന്ത് പറ്റി? നീശ പോയി. ഇന്ന് ഉച്ചയ്ക്കെങ്കിലും നേരത്തെ വരണേ. അല്പം അത്യാവശ്യമുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. എന്നാ ഊണ് സ്റ്റേഷനിലേക്ക് കൊടുത്തയക്കാം. ഡാഡി, ഇന്നലെ പാവയും വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് എന്താ കൊണ്ടുവരത്തെ? സോറി മോളെ, നമുക്ക് എന്ത് പാവ വേണ്ടേ? നൃത്തം ചെയ്യുന്ന പാവയെ. അയ്യോ, ഡാഡി മറന്നുപോയില്ലേ? ഞാൻ കാണിക്കാം. ഓർമ്മ വരുമെന്ന് നോക്കട്ടെ. ഇപ്പൊ കിട്ടിപ്പോയി. വൈകിട്ട് വരുമ്പോ പാവയെ വാങ്ങിച്ചോട്ടരാ. എന്റെ പൊന്ന് ശ്രീധര, ഞാൻ രക്ഷപ്പെട്ടു എന്ന് തോന്നേ. എത്ര നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അല്ല, താനെവിടെ പോന്നു? ഞാൻ പോകുന്ന വഴിക്ക് വീട്ടിലിറങ്ങാം. ഏത് വീട്ടില്? എന്റെ വീട്ടില്. യൂണിഫോം ഒക്കെ അവിടെയാ. വേണ്ട, താ അകത്തോ. അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഇയാളുടെ ചോറ് കൊടുത്തയക്കണം. അല്ല, തനിക്ക് യൂണിഫോമിന് നിർബന്ധമാണോ? അതെന്റെ ചോറല്ലേ സാർ. എന്നാ വീട്ടിൽ പോയി എടുത്തോണ്ട് വരൂ. പക്ഷെ ഒരു കാര്യം, പകലൊന്നും ഇവിടെ ഇട്ടോണ്ട് നടക്കണ്ട. വേണമെങ്കിൽ രാത്രി അതിട്ടുണ്ട് ഈ ഗേറ്റിലൊക്കെ എന്നാ മതി. എന്താ എല്ലാരും നിക്കുന്നത്? ഇരിക്കൂ. സാറിന്റെ റൂമ്. ഓ, അത് ശരി. മുറി. യെസ് സാർ. എന്താ? അല്ല, സാറ് ബെല്ലടിച്ചു. അത് ചുമ്മാ തമാശക്ക് ഇങ്ങനെ. വരൂ.
ഡാഡി ഇല്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയിരിക്കുക. ഞാൻ വന്നത്. എക്സ്ക്യൂസ് മീ. ഹലോ. ഹായ് നീതു. ഇൻവിറ്റേഷൻ എന്താണ് കിട്ടിയത്? ഞാൻ ആദ്യം അയച്ചത് നിനക്കാ. എപ്പോഴാ അവിടുന്ന് പുറപ്പെടുന്നത്? നോ നോ, അന്ന് വന്ന പോരാ, നാളെ എങ്കിലും നീ ഇവിടെ എത്തിയിരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ വന്നത് പപ്പന്റെ ഒരു കാര്യം പറയാനാ. പപ്പനെ 2 ദിവസമായിട്ട് കാണാനില്ല. 2 അല്ല 5 ദിവസമേ കാണാനില്ല. ഇനി ഞങ്ങളുടെ കല്യാണത്തിന് തന്നെ പപ്പനെ കാണൂ. മനഃപൂർവ്വം മാറി നിൽക്കുകയാണ്. ഞാനുമായിട്ടൊരു സൗന്ദര്യപ്പണക്കം. ഡാഡിയെ കാണാനാണെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യൂ. അല്ല, ഞാൻ പിന്നെ വരാം. മിസ്റ്റർ ഉമേഷ്, പ്ലീസ് ടു മീറ്റ് യു. ഐ എം എ ഫാൻ ഓഫ് യേഴ്സ്. പപ്പന് പകരം നിങ്ങൾ വീണ്ടും സ്റ്റേജിൽ വരാൻ പോകുന്നെന്ന് കേട്ടു. ഏയ്, പപ്പൻ ഇപ്പോഴും പാടുന്നുണ്ടല്ലോ. അത് വെറുതെ. പപ്പൻ ഇനി ഒരിക്കലും സ്റ്റേജിൽ പാടില്ല. അല്ലെങ്കിലും പപ്പൻ വലിയ പാട്ടുകാരനൊന്നുമല്ലായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിങ്ങളുടെ പാട്ടെന്ന് വെച്ചാൽ ജീവനാണ്. സോറി, മനസ്സിലായില്ല. മനസ്സിലാവില്ല? എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ നിങ്ങൾക്കെന്നല്ല, ലോകത്തിലൊരാൾക്കും മനസ്സിലാവില്ല. പക്ഷേ അല്ല, ഇത് വിചാരിച്ച പോലെ അല്ലല്ലോ. നമ്മുടെ ദാസാറിന് എന്തു പറ്റി? അതാ ഞാനും ആലോചിക്കുന്നത്. യൂണിഫോം ഈ സിനിമയ്ക്ക് പോയതിനാ നമ്മുടെ കുട്ടന്റെ യൂണിഫോം പോയത്. എന്തിന് ബട്ടൺസ് പറഞ്ഞു പോയ യൂണിഫോം ഇട്ട് ഡ്യൂട്ടിക്ക് വന്ന ഒറ്റ കാരണത്തിനാ പോളാശം വെയിലത്ത് നിൽക്കേണ്ടി വന്നത്. അതൊക്കെ ചെയ്ത ആളാതേ ഇപ്പം. ദാസാറിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് തീർച്ച. ഉയരത്തിനുള്ള വീഴ്ചയല്ലേ, ചിലപ്പോ തലയിൽ ഞരമ്പ് തെറ്റി കാണും. താനിവിടെ കാണില്ലെന്നേ, അതൊക്കെ ചുമ്മാ കളിപ്പി കാണുന്നേ. ആ കസ്റ്റഡിയിലുള്ളവരൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് സാർ. ആ പെണ്ണുങ്ങൾ നേരം വെളുക്കുന്നവരെ കരച്ചിലായിരുന്നു സാർ. ഏത് പെണ്ണുങ്ങൾ? സാർ ഇന്നലെ പുലിക്കോട്ടിൽ നിന്ന് പിടിച്ച പെണ്ണുങ്ങൾ. അയ്യോ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. എന്നെയാ? അതെ. വിളിച്ചോളൂ. യെസ് സാർ. ഇറങ്ങി മാറിയുണ്ട്. ചെലവുണ്ട്. ഏയ്, ഇരിക്കൂ. വരുന്നേ. നിങ്ങൾക്ക് പോലീസ് സങ്കേതത്തിൽ എന്താ പണി? നർത്തകികളാണ് സാർ. നർത്തകികളോ? നിങ്ങൾ ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ശാസ്ത്രീയമായി നൃത്തം പഠിച്ചിട്ടില്ലാത്ത നിങ്ങളെ നർത്തകിലായി നിയമിച്ച പുലിയെ വേണം തല്ലാൻ. തല്ലണേ സാർ. ആരെ? അല്ല, സാറ് പുലിയെ തല്ലണമെന്ന് പറഞ്ഞത്. തല്ലണോ? തല്ലിക്കോ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി നൃത്തം ചെയ്യാണ് സാർ. ജീവിക്കാൻ വേണ്ടി ആരെങ്കിലും നൃത്തം ചെയ്യോ? അതൊരു കലയല്ലേ, അല്ലേ? അതെ സാർ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. അപ്പൊ നിങ്ങളുടെ ഈ നൃത്തം ഒരു ജീവൻ മാറുന്ന പോരാട്ടമാണ്. എങ്കിലൊന്ന് കണ്ടല്ലേ? റെഡി? എന്താ മടിച്ചിരിക്കുന്നത്? കൗൺ 1 2 3 4. യൂണിഫോം ഇട്ട് സിനിമയ്ക്ക് പോയതിനാ എനിക്ക് സസ്പെൻഷൻ. സാർ സ്റ്റേഷനിൽ പോയില്ലേ? എന്തിനാ സ്റ്റേഷനിൽ പോണേ? ഇതേ റൂട്ടിലിറങ്ങി നിന്നാ മതി. സ്റ്റേഷനിലെ നാട്ടറിയാം. സ്റ്റേഷൻ അത്രയ്ക്ക് വൃത്തിയുടെ കിടക്കണോ? വൃത്തികേടാക്കി. സ്റ്റേഷനിൽ ക്യാബ്രേ, സിംഗിൾ ക്യാബ്രേ അല്ല, ഗ്രൂപ്പാ. 8 പെണ്ണുങ്ങളുണ്ട്. കുട്ടൻ ഇന്ന് എന്ത് പറ്റി? സാറ് രാവിലെ യൂണിഫോം ഇട്ടോണ്ടല്ലേ പോയത്? അതെ. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോ സാറ് യൂണിഫോം ഇല്ലാതെ നിൽക്കണോ? അയ്യേ, ചെറിയ അയ്യെന്നും പറഞ്ഞാ പോരാ. അല്ല, പൂജാരിക്ക് അമ്പലത്തിലും കാഷ്ടിക്കാലോ. പൂവാലന്മാരെന്ന പാന് ഷർട്ടിട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കുന്നേ. സ്റ്റേഷനിൽ എവിടുന്ന പെണ്ണുങ്ങള്? പുലി സംഘത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഒരൊറ്റ എണ്ണം നേരെ ചൊവ്വേ തുണി കൊടുത്തിട്ടില്ല. പാട്ടും കൂത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് മോട്ടോർ സൈക്കിൾ കയറിയോ ഒറ്റ പോക്ക്. കൊണ്ടുപോയ ചോറ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകും. Come in.
ഗുഡ് ഈവനിങ് മിസ്റ്റർ ഉമേഷ്. ഓ, വെരി നൈസ് പ്ലേസ്. എനിക്ക് കലാകാരന്മാരെന്ന് വെച്ച ജീവന. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊലയാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുക്കും. Can I sit here? സോറി, ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തില്ല. എന്റെ പേര് ദേവദാസ്. അറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ. ഓ, അപ്പൊ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നു. അല്ല, സാധാരണ കള്ളന്മാരും കൊലപാതകങ്ങളും ഒക്കെയാണ് ഞങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. ഈ കൊലപാതകവും കളവും ഒക്കെ വലിയ രസമാണ്, പിടിക്കപ്പെടുന്നത് വരെ. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ശരിയാണ്, നിങ്ങളോട് ഇതൊന്നുമല്ല പറയേണ്ടത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. വരൂ. എന്തിനാ പുറത്തിറങ്ങുന്ന? ഹേയ്, ഒന്നിനല്ല, വെറുതെ. ഈ മുറിക്ക് നല്ല അടക്കവും ഒതുക്കവും ഭംഗിയൊക്കെ ഉണ്ട്. എന്തിനാ അത് വെറുതെ നശിപ്പിക്കുന്നത്? വരൂ പ്ലീസ്. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിങ്ങളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്നോ ശിക്ഷിക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ പപ്പ മരിച്ചു എന്നെനിക്ക് തെളിയിക്കണം. മറ്റൊന്നിനും വേണ്ടിയല്ല. പപ്പനെ കാത്തിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ അച്ഛനുണ്ട്. പപ്പൻ തിരിച്ചു വരില്ല എന്ന വിവരം അവരെങ്കിലും അറിയണം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിങ്ങൾ പപ്പനെ എന്തിനു കൊന്നു, എങ്ങനെ കൊന്നു എന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പക്ഷെ അവന്റെ മൃതശരീരം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. അനാവശ്യം പറയരുത്. എന്റെ ശവം നിങ്ങൾ പരീക്ഷിക്കരുത് പ്ലീസ്. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് കരുതി ആരുടെയും തന്നെ എല്ലാം കെട്ടിവെക്കാമെന്ന് വിചാരിക്കരുത്. പോലീസ് ഭാഷ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. മിസ്റ്റർ ദേവദാസ്, നിങ്ങൾ കൂടുതൽ സ്മാർട്ടാൻ ശ്രമിക്കാൻ അതെന്റെ അടുത്ത് വേണ്ട. എനിക്കല്പം തിരക്കുണ്ട്. അങ്ങനെ പോയാലോ? നിങ്ങൾ എന്റെ കൈ വിടുന്നത് നിങ്ങൾക്ക് നല്ലത്. വിട്ടില്ലെങ്കിൽ ആ ഡെഡ് ബോഡി നിങ്ങൾ എന്ത് ചെയ്തു? നിന്റെ കണക്കെടുക്കാതെ ഞാൻ ഇന്ന് പോയില്ല. ഞാൻ എന്നെ തെളിയിക്കും. എന്ത് തെളിയിക്കുമെന്ന് നിങ്ങൾ പറയുന്നു മിസ്റ്റർ? പപ്പനെ കാണുന്നത് സഭയിലേക്ക് പരാതിയില്ല, ചന്ദ്രശേഖരൻ എന്ന് പരാതിയില്ല, ആർക്കൊരു പരാതി സംശയമില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം മിസ്റ്റർ? എന്താ പ്രശ്നം? പപ്പനെ കാണാനില്ല ഇത്രയും. അതിന് ഞാനെന്ത് വെച്ചു? ഞാനും ആരെപ്പോലെ പാട്ടുകാരെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നോൺസെൻസ്. സെറീനയും പപ്പനും എനിക്ക് അങ്ങനെയാ. എന്റെ കയ്യിൽ നിന്നുണ്ടായ ഒരു അപകടത്തിലാണ് പപ്പൻ അനാഥനായത്. അന്ന് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഞാനാ. അന്നത്തെ അപകടത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സെറീനയുടെ അമ്മയും പിന്നെ എന്റെ എല്ലാ ഈ രണ്ട് കുഞ്ഞുങ്ങളാ. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട എന്നേക്കുമായി മുറിഞ്ഞുപോയ ആ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവരിലൂടെ ഒന്നാക്കുകയാണ്. കുഞ്ഞുനാൾ മുതൽ അവൻ ഇവിടെ തന്നെ വളർന്നത്. ഇവിടെ നിന്ന് മാറി താമസിച്ചതും സെറീനയോടുള്ള വാശിയില്ല. പക്ഷേ ഇതതുപോലല്ല. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കല്യാണ പന്തലിൽ പപ്പനെത്തും. ഓക്കെ, ഐ ആം ലീവിംഗ്. ഓക്കെ, സീ യു. അതിനൊരു കാര്യം, കല്യാണത്തിന് മിസ്റ്റർ ദേവദാസ് തീർച്ചയായും വരണം. എഴുതിയോ? APPLE ആപ്പിൾ. അല്ല, താനെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ യൂണിഫോം അല്ലേ സാർ? താൻ പോലീസിൽ ചേർന്നോ? സാറ് തന്നെയല്ലേ എന്നോട് യൂണിഫോം ഇട്ടോളാൻ പറഞ്ഞത്? അത് ഇതാണോ? തനിക്ക് യൂണിഫോം ഇല്ലേ? ഇത് എന്റെ തന്നെയാ. കുറച്ച് ദിവസം ഊരി വെച്ചതുകൊണ്ട് ലൂസ് തോന്നുന്നതാ. ലൂസ് യൂണിഫോമിനല്ല, തന്റെ തലയ്ക്ക. ഒരു പോലീസ് ഡ്രസ് ഇട്ട് കളിക്കല്ലേ, പോലീസുകാർ പിടിച്ചോണ്ട് പോകും. വേഗം ഊരി വേ. അയ്യോ, ഇനി ഇത് ഊരണോ? തനിക്കിപ്പോ എന്താ വേണ്ടത്? ഏതായാലും സാറ് ലീവ് എടുത്ത് നാട്ടിൽ പോകും. പോകുന്നതിലും മുമ്പ് എന്നെ സർവീസിൽ തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാനും കുടുംബവും വഴിയാതാരായിപ്പോ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ അനുഭവിച്ചു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അനുഭവിച്ചു. പോലീസുകാരന് യൂണിഫോം പോയാൽ ഈ നാട്ടിൽ ജീവിച്ചു നിന്നിട്ട് കാര്യമില്ല. നമ്മളെ നിർത്തിയേ. ഇനി ഞാൻ ഒരു കുഴപ്പത്തിലും ചാടില്ല. അയ്യോ സോറി, താൻ ഇവിടുത്തെ വേലക്കാരനാണെന്നാ ഞാൻ കരുതിയത്. ഞാൻ അപ്പഴേ എന്റെ ഭാര്യയോട് പറഞ്ഞതാ, സാറിന് ഇത്തരം മണിയടി ഒന്നും പിടിക്കില്ലെന്ന്. സമ്മതിക്കണ്ടേ? ശരി, താൻ നാളെ തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ? വേണ്ട സാർ. എന്താ? നാളത്തേക്കാക്കണ്ട, ഇപ്പൊ തന്നെ പോവാം. ശരി.